ഹായ് ഓൾ. നമ്മൾ ഈ ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ കൂടുതലായിട്ട് കാണുന്ന പേഷ്യൻസാണ് കാൽമുട്ട് വേദനയുള്ളവർ. നടുവേദനയുള്ളവരുണ്ട്, ഷോൾഡർ പെയിൻ ഉള്ളവരുണ്ട്, ഫ്രാക്ചർ കഴിഞ്ഞ് വരുന്നവരുണ്ട്. അങ്ങനെ പല പേഷ്യൻസ് ഉണ്ടെങ്കിലും കാൽമുട്ട് വേദനയുമായിട്ട് വരുന്ന പേഷ്യൻസ് കൂടുതലാണ്. ഈ കാൽമുട്ട് വേദനയായിട്ട് വരുന്ന പേഷ്യൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ് മുട്ടിൽ നിന്ന് വരുന്ന ശബ്ദം. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലെ ചില സ്വാഭാവികമായിട്ടുള്ള കാൽമുട്ടിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ വല്ല പതോളജി അസുഖങ്ങൾ മൂലമുണ്ട സൗണ്ടും അത് പേഷ്യൻസിനെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അറിയാനായിട്ട് പേഷ്യൻസിന് ഒത്തിരി ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്, അതായത് കാൽമുട്ട് വേദനയുടെ കാരണങ്ങളും ഈ സൗണ്ടിൻ്റെ കാരണങ്ങളും. ഈ സൗണ്ട് ഫിസിയോളജിക്കലായിട്ട്, അതായത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സൗണ്ട്, നോർമലായിട്ടുള്ള സൗണ്ട്, പതോളജി മൂലം അബ്നോർമലായിട്ടുണ്ടാകുന്ന സൗണ്ട്, അതിൻ്റെ കാരണങ്ങൾ, അത് വീട്ടിൽ നമുക്ക് പരിഹരിക്കാൻ എന്തെങ്കിലും എക്സർസൈസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്യുന്നത്. കാൽമുട്ട് വേദന പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രെങ്തനിങ് എക്സർസൈസ് വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്നു. അതുകൊണ്ട് കാൽമുട്ടിൻ്റെ സ്ട്രക്ചർ ഒന്ന് ചെറുതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മുട്ടിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്ന തുടയല്, ഈ വലിയ ബോണിൻ്റെ പേരാണ് ഫീമർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കാലിൽ ഒരു വലിയ ബോണുണ്ട്, അതിൻ്റെ പേരാണ് ടിബിയ എന്ന് പറയുന്നത്. അതിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയ ബോണുണ്ട്, അതാണ് ഫിബുല എന്ന് പറഞ്ഞ ബോണ്. ഇനി ഇത് കൂടാതെ നമ്മൾ മുട്ട് ചിരട്ട എന്ന് വിളിക്കുന്ന പറ്റല്ല എന്ന് പറഞ്ഞ ബോണാണ് നമ്മളിപ്പോൾ കാണുന്നത്. അസ്ഥിയുടെ അഗ്രഭാഗത്ത് ആർട്ടിക്കുലർ കാർട്ടിലേജ്, തരുണാസ്ഥിയുണ്ട്. അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ലിഗമെൻറ്റ്സ് നമുക്ക് കാണാം. ഉള്ളിലായിട്ട് ACL എന്ന് പറഞ്ഞ ലിഗമെൻറ്റ് ഉള്ളിൻ്റെ ഉൾഭാഗത്തായിട്ടുണ്ട്. പിന്നെ ബ്ലൂ കളറിൽ കാണുന്നതാണ് വാഷർ അല്ലെങ്കിൽ മെനിസ്കെ എന്ന് പറഞ്ഞ പാർട്ട്. ഫിസിയോളജിക്കൽ സൗണ്ട് അഥവാ ഈ നോർമൽ സൗണ്ട് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലിക്കിംഗ് ടൈപ്പ് സൗണ്ട് ആയിരിക്കും. പലപ്പോഴും രണ്ട് കാലിലും ഇത് കേൾക്കാവുന്നതാണ്. നോ പെയിൻ അല്ലെങ്കിൽ നോ ഡിസ്കംഫോർട്ട്, അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള വേദനയോ ഡിസ്കംഫോർട്ടോ ഇല്ല. ജോയിൻറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഓരോ ജോയിൻറ്റും നമുക്ക് ഇത്ര ഡിഗ്രി മടക്കാം, ആ റേഞ്ച് എന്ന് പറയുന്നത് നോർമലായിരിക്കും. സ്വെല്ലിങ്ങോ ഇൻഫ്ലമേഷനോ അങ്ങനെ നീർക്കെട്ടും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഫിസിയോളജിക്കൽ നോയ്സിൽ ഒന്നാമത്തത് ബേസ്റ്റ് ഓഫ് ടൈനി ബബിൾ ഇൻ ദ സൈനോവിയം അല്ലെങ്കിൽ ജോയിൻറ്റ് കാവിറ്റേഷൻ. അതെന്താണെന്നൊന്ന് നോക്കാം. ഈ നമ്മളുടെ ഈ ജോയിൻറ്റ് ക്യാപ്സുൾ, അതായത് ജോയിൻറ്റിനെ കവർ ചെയ്തുള്ള ഒരു ക്യാപ്സുളുണ്ട്, അതിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതിൻ്റെ പേരാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. ഈ ജോയിൻറ്റിന് വേണ്ട ന്യൂട്രീഷനും ലൂബ്രിക്കേഷനും നല്ല ജോയിൻറ്റിന് വേണ്ട ഫ്ലെക്സിബിലിറ്റിയൊക്കെ കൊടുക്കുന്ന ഈ ഫ്ലൂയിഡാണ്. ഈ ഫ്ലൂയിഡിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും ഉണ്ട്. ചിലപ്പോൾ എക്സർസൈസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്ന അവസ്ഥയിലും ജോയിൻ്റ് പ്രഷർ മാറുന്ന അവസ്ഥയിലുമൊക്കെ ഈ ടൈനി ബബിൾസ് ബേസ്റ്റായിട്ട് നമ്മൾക്ക് സൗണ്ട് കേൾക്കാം. അതാണ് ഒന്നാമത്തെ ഒരു നമ്മൾ സ്വാഭാവികമായിട്ട് കേൾക്കുന്ന ഒരു സൗണ്ട്. ഇതൊരു നോർമൽ ഫിസിയോളജിക്കൽ സൗണ്ടാണ്. ഇത് കാൽമുട്ടിൽ മാത്രമല്ല മറ്റ് ജോയിൻസിലും നമ്മൾ കേൾക്കാറുണ്ട്. അടുത്ത ഒരു ഫിസിയോളജിക്കൽ സൗണ്ടാണ് സ്നാപ്പിംഗ് ഓഫ് ലിഗമെൻറ്റ്സ്. ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത് അസ്ഥിയുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു ചരടുകൾ അല്ലെങ്കിൽ ഒരു കണക്റ്റീവ് ടിഷ്യൂ ബാൻഡാണ്. ചില സമയത്ത് ഈ ലിഗമെൻറ്റ്സും ടെൻഡൻസുമൊക്കെ ഈ നമ്മുടെ മുട്ടിൻ്റെ ചില ബോണി ബമ്പിൽ, ഉയർന്നിരിക്കുന്ന ബമ്പ് പോലുള്ള സ്ഥലത്ത് റോള് ചെയ്യുകയും അത് കഴിഞ്ഞ് സ്നാപ്പ് ബാക്ക് ഇൻ ടു ദ പ്ലേസസ്. ആ സമയത്ത് നമുക്കൊരു ക്ലിക്കിംഗ് സൗണ്ട് കേൾക്കാവുന്നതാണ്. ഈ കാൽമുട്ടിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു മസിലാണ് ബൈസെപ്സ് ഫെമോറിസ് എന്ന് പറഞ്ഞ ഒരു മസിൽ. ആ മസിലിൻ്റെ ടെൻഡൻ ചിലപ്പോൾ ഇങ്ങനത്തെ ഈ സ്നാപ്പിംഗ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ക്യാച്ചിങ് ഓഫ് സൈനോവിയം ഓർ ഫിസിയോളജിക് പ്ലൈക്ക. അടുത്ത ഒരു പോയിൻ്റ് ഫിസിയോളജിക് പ്ലൈക്കയാണ്. നമ്മൾ ഓൾറെഡി സൈനോവിയൽ ഫ്ലൂയിഡിനെ പറ്റി പറഞ്ഞു. സൈനോവിയൽ ഫ്ലൂയിഡ് ഈ സൈനോവിയൽ മെംബ്രെയിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സൈനോവിയൽ മെംബ്രെയിൻ ഈ ജോയിൻറ്റിനെ കവർ ചെയ്തിരിക്കുന്നു. അതിൽ ചില ക്രീസ്, ചില ഫോൾഡ്, അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില സ്ട്രക്ചേഴ്സാണ്. ചിലപ്പോൾ പ്രോബ്ലമാറ്റിക് ആകാം. അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ചില ഫോൾഡുകളുണ്ട്. അതിനെയാണ് ഫിസിയോളജിക് പ്ലൈക്ക എന്ന് പറയുന്നത്. ഈ ഫോൾഡ് ചിലപ്പോൾ ഇൻഫ്ലെയിംഡ് ആകാം. അത് പതോളജിക്കൽ പ്ലൈക്കയാണ്. ആ കണ്ടീഷനെ പറ്റി നമ്മൾ നെക്സ്റ്റ് പറയുന്നുണ്ട്. ഇങ്ങനെ 4 പ്ലൈക്കയാണ് ഈ ജോയിൻറ്റിലുള്ളത്. അടുത്ത ഒരു ഫിസിയോളജിക്കൽ നോയ്സ് എന്ന് പറയുന്നത് ഹൈപ്പർമൊബൈൽ മെനിസ്കസ് അല്ലെങ്കിൽ ഡിസ്കോയിഡ് മെനിസ്കസ് മൂലമുണ്ടാകുന്ന സൗണ്ടാണ്. കാൽമുട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു വാഷർ, ഒരു മെനിസ്കസ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിനെ പറ്റി നമ്മൾ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞു. ആ സ്ട്രക്ചറിന് ഒരു നോർമൽ ഷേപ്പും ഒരു തിക്നെസ്സും ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാകുന്നതാണ് ഈ ഡിസ്കോയിഡ് മെനിസ്കസ് എന്ന് പറയുന്നത്. അതുമൂലവും ചിലപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു സൗണ്ട് ഉണ്ടാകാം.
കാൽമുട്ട് സർജറിക്ക് ശേഷവും പലപ്പോഴും നോർമലായിട്ടുള്ള ചില സൗണ്ടുകൾ കാൽമുട്ടിൽ നിന്ന് കേൾക്കാം. ഒന്ന് ഇരുന്നിട്ട് നമ്മൾ എണീക്കുന്ന സമയത്ത് ചില ക്ലിക്കിംഗ് സൗണ്ടും സ്നാപ്പിംഗ് സൗണ്ടും അതുപോലെ തന്നെ സ്റ്റെപ്പൊക്കെ കയറുമ്പോഴത്തേക്കും നടക്കുമ്പോഴുമൊക്കെ ജെൻറ്റിൽ ക്രെപ്പിറ്റസും ഒക്കെ മുട്ടിൽ നിന്ന് കേൾക്കാം. അത് നോർമലാണ്. എന്നാൽ നോർമലായിട്ടുള്ള സൗണ്ടുണ്ട്. അതിനെപ്പറ്റി ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട്. അടുത്ത് പതോളജിക്കൽ സൗണ്ട്സ് ആണ്. അതായത് നമ്മുടെ കാൽമുട്ടിൻ്റെ സ്ട്രക്ചേഴ്സിനെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ കാരണമുണ്ടാകുന്ന സൗണ്ട്. അത് നമ്മളെങ്ങനെ തിരിച്ചറിയുന്നത്? ഈ സമയത്ത് നമ്മുടെ കാലിൽ സ്വെല്ലിങ്, ഇൻഫ്ലമേഷനും നീർക്കെട്ടും അതിന് ചുറ്റും ചെറിയ ചൂട് പോലെയൊക്കെ ഉണ്ടായിരിക്കും. പലപ്പോഴും ഒരു ട്വിസ്റ്റിംഗ് ഇഞ്ചുറിയുടെ ഒക്കെ കൂടെ ആയിരിക്കും ഈ ഒച്ച ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു കാലിലായിരിക്കും മിക്കവാറും അത് സംഭവിക്കുന്നത്. ഇതുകൂടാതെ ഓരോ ജോയിൻറ്റിനും ഒരു പ്രത്യേക ഡിഗ്രി മൂവ്മെൻ്റ് ഉണ്ട്. അതായത് കാൽമുട്ട് മടക്കുന്നതിനും നീട്ടുന്നതിനും ഒരു പ്രത്യേക ഡിഗ്രി മൂവ്മെൻ്റ് ഉണ്ട്. ആ മൂവ്മെൻറ്റ്, അതിനെ റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറയും. അത് ലിമിറ്റഡ് ആകും അല്ലെങ്കിൽ അബ്നോർമൽ ആകും. ഇതിൽ ഒന്നാമത്തതാണ് ഡീജനറേറ്റീവ് ജോയിൻറ്റ് ഡിസീസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. കാലിലെ നമ്മുടെ തേയ്മാനം എന്ന് നമ്മൾ പറയുന്ന ഈ തരുണാസ്ഥിക്കുണ്ടാകുന്ന വെയർ ആൻഡ് ടെയർ മൂലമുണ്ടാകുന്ന ആ ഒരു സൗണ്ട്, അത് വളരെ കോമൺ ആണ്. നെക്സ്റ്റ് പതോളജിക്കൽ പ്ലൈക്കയാണ്. ഈ പ്ലൈക്ക എന്ന് പറഞ്ഞ സ്ട്രക്ചറിനെ പറ്റി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ആ സൈനോവിയൽ മെംബ്രെയിനുള്ള ഒരു ക്രീസ്, ഒരു ഫോൾഡിനെ പറ്റി. അത് ഇൻഫ്ലെയിംഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന പതോളജിക്കൽ കണ്ടീഷനാണ് പതോളജിക്കൽ പ്ലൈക്ക. അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് കാൽമുട്ടിൽ നിന്ന് ശബ്ദങ്ങൾ ഉണ്ടാകാം. പറ്റല്ലോ ഫിമോറൽ ഇൻസ്റ്റബിലിറ്റി മൂലം ഇതുപോലെ തന്നെ നീ ജോയിൻറ്റിൽ നിന്ന് നമ്മൾക്ക് സൗണ്ട് കേൾക്കാവുന്നതാണ്. ഈ പറ്റല്ലയും ഫീമറിനെ പറ്റിയൊക്കെ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ പതോളജിക്കൽ സ്നാപ്പിംഗ് നീ സിൻഡ്രംസ്, അതായത് നമ്മുടെ നീയിൽ പല സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ലിഗമെൻസിനെ പറ്റിയും മെനിസ്കസിനെ പറ്റിയും ടെൻഡൻസിനെ പറ്റിയും. ഇതിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ ബോണി അബ്നോർമാലിറ്റീസ്, ഇങ്ങനെ പല കാരണവും മൂലം ഇങ്ങനെയുള്ള സൗണ്ടുകൾ ഉണ്ടാകാവുന്നതാണ്. പോസ്റ്റ് ഓപ്പറേറ്റീവായിട്ട് സ്വെല്ലിങ് മൂലവും ടിഷ്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് മൂലവുമൊക്കെ ഏർലി സ്റ്റേജിൽ കാൽമുട്ടിൽ നിന്ന് സൗണ്ട് ഉണ്ടാകാം. എന്നാൽ അത് നിരന്തരമായിട്ട് അത് വേഴ്സണിങ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെർസിസ്റ്റൻ്റ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ജനറലി ഇങ്ങനെ മുട്ടിൽ നിന്ന് സൗണ്ട് കേൾക്കുമ്പോൾ അതിനെ ക്രെപ്പിറ്റസ് എന്നൊരു വാക്ക് കൊണ്ടാണ് നമ്മൾ പറയുന്നതെങ്കിലും പല സ്ട്രക്ചേഴ്സ് പല സന്ദർഭങ്ങളിൽ പല സൗണ്ട്സ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സ്നാപ്പിംഗ് എന്നും പോപ്പിംഗ് എന്നും ക്ലിക്കിംഗ് എന്നും ക്ലങ്കിങ് എന്നും ഗ്രേറ്റിംഗ് എന്നും ഗ്രൈൻഡിങ് എന്നും ഒക്കെ പറയും. അത് ഓരോ സ്ട്രക്ചറും നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ഓരോ കണ്ടീഷനും അനുസരിച്ചാണ് ഈ ടേംസൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇങ്ങനെ കാൽമുട്ടിനുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. നമ്മൾ പല കേസസ് ഇവിടെ പറഞ്ഞു. പലതും കാൽമുട്ടിൻ്റെ ഓരോ സ്ട്രക്ചറിനെ, ലിഗമെൻസിനെ അഫക്റ്റ് ചെയ്യുന്നതുണ്ട്, തരുണാസ്ഥി അഫക്റ്റ് ചെയ്യുന്നതുണ്ട്, മസിൽസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റും പ്രോട്ടോക്കോളും ഡിഫറൻ്റ് ആണ്. ഓരോ ഗ്രേഡ് അനുസരിച്ച് ചിലപ്പോൾ ലിഗമെൻറ്റ് ഇഞ്ചുറി ആണെങ്കിൽ അതിൻ്റെ പ്രോട്ടോക്കോൾ ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ എപ്പോഴെങ്കിലും നീരുണ്ടെങ്കിൽ അതൊരു ഫ്രഷ് ആയിട്ടുള്ള ഉടനെ ഉണ്ടായ ഒരു നീർക്കെട്ടൊക്കെ ആണെങ്കിൽ ഐസ് വെക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണെങ്കിലും നീക്ക് ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായാൽ എപ്പോഴും സേഫായിട്ട് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്വാഡ്രിസെപ്സ് മസിൽ സ്ട്രെങ്തനിങ് ആണ്. അത് നമുക്ക് ഇവിടെ ഒരു 5 എക്സർസൈസ്, സേഫായിട്ടുള്ള എക്സർസൈസാണ് നമ്മളിവിടെ ഇപ്പോൾ ഈ പിക്ചർ അടക്കം കാണിക്കുന്നത്. അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഫസ്റ്റ് എക്സർസൈസാണ് സ്ട്രെയിറ്റ് ലെഗ് റേസ് എക്സർസൈസ്. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ കിടക്കുന്നു. ഒരു കാല് മടക്കി വെക്കുന്നു, മറ്റേ കാല് ഭൂമിയുടെ ഗുരുത്വബലത്തിനെതിരെ, ഗ്രാവിറ്റിക്കെതിരെ ഉയർത്തിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. 1 2 3 4 5. അത് നമുക്ക് 10 കൗണ്ട് വരെ അങ്ങനെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കൗണ്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കാല് താഴെ വെക്കുന്നു. ഇങ്ങനെ നമ്മൾക്ക് 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. സെക്കൻഡ് എക്സർസൈസ് എന്ന് പറയുന്നത് ക്വാഡ്രിസെപ്സ് എക്സർസൈസാണ്. വെരി ഇഫക്റ്റീവായിട്ടുള്ള എക്സർസൈസാണ്. ഇതിനായിട്ട് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഇരിക്കുന്നു. ഒരു റോൾഡ് ടവല് നമ്മുടെ കാൽമുട്ടിൻ്റെ അടിയിൽ വെക്കുന്നു. അതിനുശേഷം കാൽമുട്ട് താഴേക്ക് പ്രസ് ചെയ്യുകയാണ്. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കാഫിൽ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യുകയും നമ്മുടെ ഹീല് അവിടുന്ന് പൊങ്ങി വരിക, പിക്ചറിൽ കാണുന്ന പോലെ പൊങ്ങി വരുന്നു. നമ്മുടെ തള്ളവിരൽ നമ്മുടെ മുഖത്തിൻ്റെ ഡയറക്ഷനിലേക്കാണ്, താഴേക്കല്ല ആക്കുന്നത്. ആ പൊസിഷൻ നമ്മൾ 1 2 3 4 5 അതുവരെ ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. പതുക്കെ നമുക്ക് ആ ഹോൾഡ് 10 സെക്കൻഡ്സ് ആകാം. ഇങ്ങനെ ഈ എക്സർസൈസ് 10 പ്രാവശ്യം ചെയ്യുക.
നെക്സ്റ്റ് എക്സർസൈസ് ചെയ്യുന്നതിനായിട്ട് ഈ പിക്ചറിൽ കാണുന്നത് പോലെ നമ്മുടെ കാൽപാദത്തിൻ്റെ അതായത് ഈ ആംഗിൾ ജോയിൻ്റ് അടിയിലായിട്ട് ഒരു റോൾഡ് ടവൽ വെക്കുക. അതിനുശേഷം ആ ടവലിലേക്ക് ബലം കൊടുത്തുകൊണ്ട് മുട്ട് സ്ട്രെയിറ്റ് ആകുന്ന തരത്തിൽ, അതായത് താഴേക്കാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നത്, അങ്ങനെ പ്രസ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 അങ്ങനെ ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇതൊരു 10 പ്രാവശ്യം ചെയ്യുക. അടുത്ത ഒരു ലെഗ് സ്ട്രെച്ച് എക്സർസൈസാണ്. ഇതിനു വേണ്ടി ഈ പൊസിഷനിൽ കാണുന്നത് പോലെ ഇരിക്കുക. ഒരു കാല് മടക്കി വെച്ചിരിക്കുന്നു, ഒരു കാല് നീട്ടി വെച്ചിരിക്കുന്നു. ഇനി നമ്മളുടെ ആ നീട്ടി വെച്ചിരിക്കുന്ന കാല് മടക്കി നമ്മുടെ ചെസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഹീല് സ്ലൈഡ് ചെയ്താണ് നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനെ ചെസ്റ്റിൻ്റെ അടുത്ത് എത്തുന്നിടം വരെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നല്ലതുപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. 1 2 3 4 5. ഈ 5 ആണ് എപ്പോഴും നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ നമുക്കത് 10 ആക്കാം. അതിനുശേഷം നല്ലതുപോലെ കാല് നീട്ടുക. ആ നീട്ടിയ പൊസിഷനും ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. ഫിഫ്ത്ത് എക്സർസൈസ് SLR ഇൻ സിറ്റിംഗ് പൊസിഷൻ, സ്ട്രെയിറ്റ് ലെഗ് റേസ്. അതായത് നമ്മൾ ചെയറിൽ 2 കാല് മടക്കി ഇരിക്കുന്നു. അതിനുശേഷം ഒരു കാല് നമ്മൾ ഇങ്ങനെ ഗ്രാവിറ്റിക്കെതിരെ, അതായത് ഭൂഗുരുത്വ ബലത്തിനെതിരെ പൊക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു. 1 2 3 4 5 6 7 8 9 10 അങ്ങനെ 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. അതാണ് ഒരു കൗണ്ട് 1 എന്ന് പറയുന്നത്. അതിനുശേഷം ഇത് 10 പ്രാവശ്യം നമ്മൾ ചെയ്യുന്നു. കാൽമുട്ടിനെ സംബന്ധിക്കുന്ന എന്ത് പ്രശ്നമാണെങ്കിലും സ്ട്രെങ്തനിങ് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പല ട്രീറ്റ്മെൻറ്റുമുണ്ട്. അതിനുവേണ്ടി ഡോക്ടറെ, ഫിസിയോതെറാപ്പിസ്റ്റിനെ സമീപിക്കുക.